നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന വന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന രീതിയിൽ ഇനി വലിയ മാറ്റം വരാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഖരമാലിന്യ പരിപാലന നിയമം വരുന്നതോടെ കേരളത്തിലെ മാലിന്യ സംസ്കരണ രീതി പൂർണ്ണമായി മാറും. നിലവിൽ നമ്മൾ പച്ച, നീല എന്നിങ്ങനെ 2 കുട്ടകളിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. എന്നാൽ ഇനി മുതൽ മാലിന്യങ്ങളെ 4 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കണമെന്നാണ് പുതിയ നിയമം പറയുന്നത്. അടുക്കളയിൽ നിന്നുള്ള നനഞ്ഞ ജൈവ മാലിന്യങ്ങൾ അഥവാ വെറ്റ് വേസ്റ്റ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും പേപ്പറും പോലെയുള്ള ഉണങ്ങിയ അജൈവ മാലിന്യങ്ങൾ അഥവാ ഡ്രൈ വേസ്റ്റ്, അതുപോലെ തന്നെ ഡയപ്പറുകൾ, പാഡുകൾ അടങ്ങുന്ന സാനിറ്ററി മാലിന്യങ്ങൾ, മരുന്നുകളും ഈ വേസ്റ്റ് പോലുള്ള പ്രത്യേക ശ്രദ്ധ വേണ്ട മാലിന്യങ്ങൾ എന്നിങ്ങനെ 4ആയിട്ട് മാറ്റണം. ഈ നിയമങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ കനത്ത പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥകളും ഇതിലുണ്ട്. കേരളത്തിൽ പ്രതിവർഷം 37 ലക്ഷം ടൺ ഖരമാലിന്യമാണ് ഉണ്ടാകുന്നത്. ഇതിൽ 77% ജൈവമാലിന്യവും 18% അജൈവ മാലിന്യവുമാണ്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ആകെയുള്ള മാലിന്യത്തിൻ്റെ പകുതിയോളം ഏതാണ്ട് 49% ഉണ്ടാകുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വലിയ പങ്കുണ്ട്. ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് കേരളം ഇതിനോടകം തന്നെ നല്ല പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തി വരികയാണ്. 30,000-ലധികം ഹരിതകർമ്മ സേനാംഗങ്ങൾ 53 ലക്ഷം വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നുണ്ട്. എങ്കിലും കേന്ദ്രത്തിൻ്റെ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ നിലവിലെ രീതികൾ കുറച്ചുകൂടി മാറ്റേണ്ടി വരും. ആധുനിക ലാൻഡ്ഫിൽ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പ്ലാന്റുകളും സ്ഥാപിച്ചാൽ മാത്രമേ ഈ മാറ്റം പൂർണ്ണമായിട്ട് വിജയിക്കുകയുള്ളൂ. പുതിയ നിയമങ്ങൾക്കനുസരിച്ച് മാലിന്യ സംസ്കരണം കൂടുതൽ എളുപ്പമുള്ളതാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കേരളം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിലവിൽ 2 മുതൽ 3 മാസം വരെയുള്ള കുടിശ്ശികയുണ്ട്. മുൻ പിണറായി സർക്കാരിൻ്റെ അവസാന കാലയളവിലും സമാനമായ രീതിയിൽ കുടിശ്ശിക വന്നിരുന്നു. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. എങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് പ്രവാസികൾ പ്രതീക്ഷിക്കുന്നത്. നിയമസഭാ സമ്മേളനത്തിൽ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം പ്രവാസി പെൻഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യണമെന്നും പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അന്ന് ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുമെന്നും തുക വർധനവ് ഉടൻ ഉണ്ടായേക്കുമെന്നുമാണ് നിലവിലെ സൂചന. എന്നാൽ അതേസമയം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ അവസ്ഥ അതീവ ദയനീയമാണ്. കഴിഞ്ഞ 16 മാസത്തിലധികമായിട്ട് അവർക്ക് പെൻഷൻ കുടിശ്ശികയാണ്. UDF സർക്കാരിൻ്റെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് 2000 കോടി രൂപയോളം ബാലൻസ് ഉണ്ടായിരുന്നതും എല്ലാ മാസവും ആദ്യവാരം കൃത്യമായിട്ട് പെൻഷൻ നൽകിയിരുന്നതുമായിട്ടുള്ള ഒരു ക്ഷേമ ബോർഡായിരുന്നു ഇത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ അക്കൗണ്ടുകളിൽ നിന്നും തുക കടമെടുക്കുകയും പിന്നീട് അത് കൃത്യമായിട്ട് തിരിച്ചു വയ്ക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് ഈ കടുത്ത ദുരവസ്ഥ വന്നത്. പിന്നീട് ക്ഷേമ ആനുകൂല്യങ്ങളും പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട് കെട്ടിട നിർമ്മാണ സെസ് പിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷത്തിലേറെയായി. ഭീമമായിട്ടുള്ള തുക സെസ് ഇനത്തിൽ പിരിച്ചെടുക്കുന്നുണ്ടെങ്കിലും തൊഴിലാളികൾക്ക് ഇപ്പോഴും കുടിശ്ശിക കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്നതാണ് നിരാശാജനകമായിട്ടുള്ള വാസ്തവം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നഗരപ്രദേശങ്ങളിൽ സ്വന്തമായിട്ടൊരു സുരക്ഷിത ഭവനം സ്വപ്നം കാണുന്നവർക്കായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ PMAYU ഈ പദ്ധതിയുടെ പുതിയ ഘട്ടത്തിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ സജീവമായിട്ട് പുരോഗമിക്കുകയാണ്. നിലവിൽ വിവിധ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമൊക്കെ തന്നെ അന്വേഷിച്ചാൽ നഗരവികസന മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതി ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതിനായിട്ട് അപേക്ഷകരുടെയൊക്കെ തന്നെ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, EWS, അതുപോലെ തന്നെ കുറഞ്ഞ വരുമാനമുള്ളവർ, LIG, ഇടത്തരം വരുമാനമുള്ളവർ, MIG എന്നിങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തിരിച്ചാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തന്മൂലം അർഹരായിട്ടുള്ള ഏതൊരാൾക്കും തങ്ങളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഇതിലൂടെ കൈപ്പറ്റാനാകും. അതിനാൽ തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ, ആവശ്യമായ രേഖകൾ, സബ്സിഡി നിരക്കുകൾ തുടങ്ങിയ മറ്റെല്ലാ വിശദാംശങ്ങളും നിങ്ങളുടെ അടുത്തുള്ള നഗരസഭാ കാര്യാലയവുമായോ
അക്ഷയ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായി മനസ്സിലാക്കുക. സമയപരിധിക്കുള്ളിൽ തന്നെ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളൊക്കെ തന്നെ എടുക്കുകയും അതോടൊപ്പം തന്നെ കൃത്യതയോടുകൂടി അപേക്ഷ സമർപ്പിച്ച് ഈ ഒരു സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് താല്പര്യമുള്ളവരെല്ലാം തന്നെ അർഹതയുള്ളവരെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവക മിഷൻ ഗ്രാമീൺ എന്ന പുതിയ തൊഴിൽ പദ്ധതി ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പ്രതിദിനമാകട്ടെ 401 രൂപ വീതം വേതനം ലഭിക്കുന്ന ഈ പദ്ധതിയിലൂടെ വർഷത്തിൽ 125ഓളം തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്താനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും തൊഴിൽ ആവശ്യപ്പെടാനായിട്ട് അവകാശമുണ്ടായിരിക്കും. അപേക്ഷ സമർപ്പിച്ച് 15 ദിവസത്തിനകം തന്നെ വീടിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ജോലി നൽകണമെന്നാണ് പദ്ധതിയുടെ പ്രധാന വ്യവസ്ഥ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ നിലവിലുള്ള അംഗങ്ങളെയും അവർ ഏറ്റെടുത്തിരിക്കുന്ന പ്രവൃത്തികളെയും ഒക്കെ തന്നെ തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ പുതിയ സ്കീമിലേക്ക് ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിലവിലെ അംഗങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ തുടരാവുന്നതാണ്. എന്നാൽ പുതിയ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകളെയൊക്കെ തന്നെ വിതരണം പൂർത്തിയാകാനായിട്ട് അല്പം കൂടി സമയമെടുക്കും. ഈ പദ്ധതിയിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ അറിയേണ്ടവർക്കും അതത് ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ ഏറെ കാത്തിരിക്കുന്ന ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ 21 സർക്കാരിൻ്റെ കടമെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ഉടനടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ ക്രമീകരണങ്ങൾ അനുസരിച്ച് ജൂലൈ 23, 24, 25 തീയതികളിൽ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് തൊട്ടടുത്ത ദിവസങ്ങളായിട്ടുള്ള 26, 27 തീയതികളിൽ കൈകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തിച്ചു നൽകാനുള്ള നടപടികളും സ്വീകരിക്കും. അടുത്ത മാസം 3 മുതൽ 5 തീയതിക്കുള്ളിൽ തന്നെ അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും കൈകളിൽ തുക പൂർണ്ണമായിട്ടും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ മുടങ്ങിക്കിടക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ കാര്യത്തിലും ഉടൻ തന്നെ അനുകൂലമായിട്ടുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷേമ പെൻഷൻ സംവിധാനത്തിൽ സുതാര്യത ഉറപ്പാക്കാനും അനർഹരായിട്ടുള്ള വ്യക്തികളെയൊക്കെ തന്നെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനുമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ വീടുകളിൽ നേരിട്ടെത്തിയുള്ള ഫീൽഡ് തല പരിശോധനകൾ സർക്കാർ ഉടൻ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ നിലവിലുള്ള കടുത്ത മാനദണ്ഡങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് തടയാനായിട്ട് നിയമങ്ങളിൽ കാതലായിട്ടുള്ള ഇളവുകൾ വരുത്തുമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് താമസിക്കുന്ന വീടുകളിൽ എയർ കണ്ടീഷണർ, AC ഉള്ളതോ അല്ലെങ്കിൽ അത്യാധുനിക രീതിയിൽ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളതോ മക്കൾക്കോ റേഷൻ കാർഡിലെ മറ്റ് അംഗങ്ങൾക്കോ വരുമാനമുള്ളതോ കൊണ്ടോ ഇനി ആരുടെയും പെൻഷൻ വെട്ടിക്കുറയ്ക്കുകയോ റദ്ദാക്കുകയോ ഇല്ല. ഈ പുതിയ നിയമ ഭേദഗതികൾ ഔദ്യോഗികമായി തന്നെ നിലവിൽ വന്നതിന് ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർ ഫീൽഡ് ലെവൽ പരിശോധനകൾക്കായിട്ട് വീടുകളിലേക്ക് എത്തുകയുള്ളൂ എന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം പെൻഷൻ തുക 3000 രൂപയായിട്ട് ഉയർത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടെങ്കിലും അടുത്ത 5-6 മാസത്തേക്ക് അത് 2000 രൂപയെ തന്നെ തുടരുന്നതായിരിക്കും. തുക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനം അത് 2027 ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവതരിപ്പിക്കുന്ന അടുത്ത സംസ്ഥാന ബജറ്റിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വാർഷിക വരുമാന പരിധി നിലവിൽ 1,00,000 രൂപയായിട്ട് തുടരുന്നതിനാൽ തന്നെ ഗുണഭോക്താക്കൾ ഇപ്പോൾ പുതിയ വരുമാന സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ സമർപ്പിക്കേണ്ടതില്ല. സാധാരണയായിട്ട് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള നടക്കാറുള്ള ഒരു വാർഷിക മസ്റ്ററിംഗ് തീയതി സർക്കാരിന് നയപരമായിട്ടുള്ള തീരുമാനത്തിന് ശേഷമേ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം തുടരുന്നു. 2026 ജൂലൈ 9 ഇന്നലെ വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 10 രൂപ കൂടി 13,130 രൂപയിലും പവന് 80 രൂപ കൂടി 1,05,040 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന് കമൻറ്റ് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.